സ്പോർട്ട് ക്യൂസ് ആണ്. സ്പോർട്ട് ക്യൂസ്. ആര് ഉത്തരം പറയുന്നോ അവർക്ക് സമ്മാനം കൊടുക്കും. ഒരുപാട് പേര് ചിലപ്പോൾ അറിയാൻ പറ്റുന്നതായിരിക്കും. കൈ ഉയർത്തിയാൽ മതി, എന്നിട്ട് ഉത്തരം പറയാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം, ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച താരമാരാണ്? നമ്മുടെ സ്കില്ല് പങ്കെടുത്ത് ആണ്, പക്ഷേ ഇവിടെ ജനറൽ ഗോളുകൾ പിടിച്ചിരിക്കുന്നു. ക്ലോസയുടെ ഗോളുകൾ വന്ന കളികളൊക്കെ ഓർമ്മയുണ്ടോ? 16 ഗോളുകളാണ് ക്ലോസ് അടിച്ചിട്ടുള്ളത്. ഈ വേൾഡ് കപ്പിൽ അത് ചിലപ്പോൾ മെസ്സി മറികടക്കാനുള്ള സാധ്യതയുണ്ട്. 13 ഗോളുകൾ മെസ്സിക്കുണ്ട്. അപ്പോൾ മിലൻ ആദ്യ ചോദ്യം തന്നെ അത് ശക്തമായിട്ട് ഗോളാക്കി മാറ്റിയിരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത ചോദ്യം, ഈ ലോകകപ്പിലെ ഉപയോഗിക്കുന്ന ഫുട്ബോളിന്റെ പേരെന്താണ്? ആ ബോളിന് ഭയങ്കര പ്രത്യേകതകളുണ്ട്. സാധാരണ ഒരു പന്തല്ല, ആ പന്തിന് ചിപ്പുകളുണ്ട്. 4 പീസ് വെച്ചിട്ട് ചെയ്ത ബോൾ. പന്തിന്റെ ചലനങ്ങൾ അറിയാൻ പറ്റും, ഗോളായോ ഇല്ലയോ എന്നൊക്കെ വളരെ ആരോ ഗൂഗിളൊക്കെ നോക്കുന്നുണ്ട്. ഗൂഗിൾ നോക്കുന്നു. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് കൂടി. ലോകകപ്പുമായിട്ട് ബന്ധപ്പെട്ടല്ല, ഫുട്ബോളുമായി ബന്ധപ്പെട്ടാണ്. ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഏറ്റവും വേഗമേറിയ ഹാട്രിക് നേടിയ താരം ആരാണ്? അല്ല, അദ്ദേഹം അടിച്ചത് ക്ലബ് ഫുട്ബോളിലാണ് റെക്കോർഡ് അടിച്ചിട്ടുള്ളത്. ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടിയിട്ടാണ് ആ റെക്കോർഡ് വന്നിട്ടുള്ളത്. ആർക്കെങ്കിലും അറിയോ? പ്രീമിയർ ലീഗിലാണ് റെക്കോർഡ് വന്നിട്ടുള്ളത്. എന്നാ രാജ്യം കൂടി പറയാം, അപ്പോൾ ഏറെക്കുറെ കിട്ടുമെന്ന് തോന്നുന്നു. സെനഗലാണ് രാജ്യം. അഞ്ചാമത്തെ ക്ലൂവിലാണ് പറഞ്ഞത്. സാദിയോ മാനെ പറഞ്ഞ ബോള് കച്ചവടം നടന്നു തോന്നുന്നു. രണ്ടാമത്തെ ബോളായി. അവസാനത്തെ ഒരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. ആദ്യത്തെ ലോകകപ്പ് വിജയിച്ച ടീം ഏതാ? ഞാൻ അവരോട് എന്തുകൊണ്ട് ചോദ്യം പോകുന്നില്ല എന്നായിരുന്നു എന്റെ ചോദ്യം. ഞാൻ എന്താ പേരെന്താ മോളെ? ഫുട്ബോൾ പ്ലെയർ. അപ്പൊ ഈ ഫുട്ബോൾ ഹിസ്റ്ററിയും പഠിച്ചിട്ടുണ്ടോ? അങ്ങനെയില്ല, ചേട്ടൻ പറഞ്ഞറിയുള്ളൂ. ഉറുഗ്വേക്ക് വേണ്ടി, സുവാരസിന് വേണ്ടി ഇതാ ഗോൾ വിജയിച്ചിരിക്കുന്നു. ഫുട്ബോൾ സമ്മാനം. അപ്പൊ അങ്ങനെ ഇന്ത്യൻ ടീം ചില്ലറക്കാരിയല്ല, പ്ലെയർ ആണ്. അപ്പൊ എങ്ങനെയായിരുന്നു ആ സെലക്ഷൻ? എങ്ങനെയായിരുന്നു? എന്നത്തേക്ക് പോകണം? അത് കറക്റ്റ് ഡേറ്റ് കണ്ടില്ല, ഈ മന്തിൽ തന്നെയാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ബാക്കിയുള്ളവരും കൂടി അതിന് ആ രീതിയിലേക്ക് വരിക. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ ക്വിസ് മാറിയിരിക്കുകയാണ്. ക്വിസ് അവസാനിച്ചിരിക്കുന്നു. അതിഗംഭീരമായിട്ടുള്ള പ്രകടനങ്ങൾ ഈ ചെല്ലാറ, അതായത് കാൽപന്ത് കളിയിൽ മാത്രമല്ല, അവർക്ക് കാൽപന്ത് കളിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അവർക്ക് കൃത്യമായ ധാരണയുണ്ട്. എന്തിന് ലോകകപ്പിലെ ആദ്യ വിജയം പോലും ഓർത്തിരിക്കുന്നു ഇവിടുത്തെ കുട്ടികൾ എന്നുള്ളതാണ് ഏറ്റവും ആവശ്യം.